ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ദുബായിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് പോകുന്നത്, ഏതാ പോകുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് അതിന് വന്നിട്ടുണ്ടായേ. അപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതിനും ഇതിപ്പം ദുബായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റൂമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ളതിനും. അപ്പോൾ ഫസ്റ്റ് പോയത് ദുബായ് മാളിലേനും. പോയപ്പോൾ തന്നെ നേരെ ഫുഡ് കോർട്ടിലോട്ട് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഉച്ചയ്ക്ക് വന്നതാണ്, പിന്നെ ഈവനിങ് ആണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായ് മാളിൽ കാണാൻ ഒരുപാടുണ്ട്. ദുബായ് മാളിൽ നിന്നല്ല, ദുബായിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ ഒമാനിൽ വന്ന കാരണം എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇവരുടെ ഒരു ഇൻറ്റീരിയറും ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതിലും അല്ല ഏറ്റവും കൂടുതൽ എന്നെ ത്രില്ല് ചെയ്യിപ്പിച്ചതും എക്സൈറ്റഡ് ആക്കിയ ഒരു കാര്യമാണ് ഇത്, ബുർജ് ഖലീഫ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം അത്രയും അടിപൊളിയേനും ആ ഒരു ഏരിയ കാണാൻ തന്നെ. ഫുൾ ബിൽഡിങ്സും അതേപോലെ തന്നെ ലൈറ്റ്സും ഇതൊക്കെ ഇവിടെ ഒരു ഹാഫ് ആൻ അവറിൽ നടക്കുന്ന ലേസർ ഷോവും കാര്യങ്ങളിലേനും ഭയങ്കര രസമായിരുന്നു ഇതെല്ലാം കാണാൻ വേണ്ടി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടോപ്പൊന്നും കാണാൻ പോലും പറ്റില്ല. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അന്ന് നൈറ്റ് റൂമിലേക്ക് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് പുറത്തിറങ്ങിയത്. അന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് മാളിൽ പോകാമെന്നുള്ളതിനും. അങ്ങനെ എമിറേറ്റ്സ് മാളിലെല്ലാം പോയി. പിന്നെ അവിടെ നിന്നും നേരെ ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായത് ഫുഡ് കഴിക്കാനായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇടുന്ന അധികം വീഡിയോ എടുക്കാനൊരു പേടിക്കാൻ, ആരെങ്കിലും ഫേസിലായി പോയാൽ പിന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ ബ്രോസ്റ്റ് കഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ പിസയാണ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എമിറേറ്റ്സ് മാളിൽ കുറച്ചൊന്ന് കറങ്ങി. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടു, ഞാൻ എന്തിനേലും ദുബായിൽ വന്നിട്ടുണ്ടായെന്നുള്ള സംഭവം. അത് ആക്ച്വലി ഈ മെയ് 16 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്തതേനു കേട്ടോ ഈ ഒരു ട്രിപ്പ്. ഒമാനിൽ വന്നിട്ട് ഞാൻ 1 year ആയി. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ. ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തിരിച്ച് ഒമാനിലേക്ക് എത്തി. ബൈ.